വളർത്തുനായിയെ കൊന്നത് പുലി തന്നെയെന്ന് സ്ഥിരീകരണമുണ്ടായിട്ടും വനംവകുപ്പ് കൂട് സ്ഥാപിക്കാത്തതിൽ പ്രതിഷേധം ശക്തം. മുണ്ടക്കയം പുഞ്ചവയൽ പാക്കാനം ഇഞ്ചക്കുഴി കൂപ്പിന് സമീപം ജനവാസ മേഖലയിൽ ഭീതി വിതയ്ക്കുന്നത് പുലി തന്നെയെന്ന് വനംവകുപ്പ് സ്ഥിരീകരിച്ചിരുന്നു. പ്രദേശത്ത് സ്ഥാപിച്ച നിരീക്ഷണ ക്യാമറകളിൽ നിന്നും കാൽപ്പാടുകളിൽ നിന്നും പുലിയുടെ സാന്നിധ്യം വ്യക്തമായിട്ടും കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് തയ്യാറാകാത്തതിനെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് വനംവകുപ്പ് കൂട് സ്ഥാപിക്കുന്നതിൽ നിന്നും ഒഴിഞ്ഞു മാറുകയാണെന്ന് പ്രദേശവാസികൾ ആരോപിക്കുന്നു. കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് പാക്കാനത്ത് പുലിയുടെ ആക്രമണമുണ്ടായത്. കലങ്ങോട്ടിൽ ഷാജിയുടെ വീടിനു മുന്നിൽ തൊഴുത്തിൽ കെട്ടിയിട്ടിരുന്ന വളർത്തുനായിയെ പുലി കടിച്ചു കൊല്ലുകയായിരുന്നു. ഷാജിയും കുടുംബവും 2 വർഷം മുൻപ് ഈ വീട്ടിൽ നിന്ന് മാറി വാടകയ്ക്കാണ് താമസം. എങ്കിലും രാത്രികാലങ്ങളിൽ ഷാജി ഇവിടെ എത്തി നായയെ തുറന്നു വിടാറുണ്ടായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം നായയെ തുറന്നു വിട്ടിരുന്നില്ല. ശനിയാഴ്ച രാവിലെ നായയ്ക്ക് ഭക്ഷണം കൊടുക്കാനായി ഷാജി എത്തിയപ്പോഴാണ് മൃഗത്തെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. തുടർന്ന് നടത്തിയ പരിശോധനയിൽ പുലിയുടേതെന്ന് സംശയിക്കുന്ന കാൽപ്പാടുകൾ കണ്ടെത്തുകയായിരുന്നു. വനംവകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി വീടിന് സമീപം 2 നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ചിരുന്നു. തുടർന്ന് ഈ ക്യാമറകളിലെ മെമ്മറി കാർഡുകൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ കൊണ്ടുപോയി പരിശോധിക്കുകയും പ്രദേശത്ത് കണ്ടത് പുലിയുടെ കാൽപ്പാടുകൾ തന്നെയെന്ന് സ്ഥിരീകരിക്കുകയും ചെയ്തു. പ്രദേശത്ത് ഇതുവരെ 15ഓളം വളർത്തുമൃഗങ്ങളെയാണ് അജ്ഞാത ജീവി കൊന്നൊടുക്കിയത്. കഴിഞ്ഞ ദിവസം ലഭിച്ച ക്യാമറ ദൃശ്യം സ്ഥിരീകരണമുണ്ടായതോടെ പുലി തന്നെയെന്ന് ഉറപ്പാക്കുകയായിരുന്നു. എന്നാൽ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ചിട്ടും പ്രദേശത്ത് കൂട് സ്ഥാപിക്കാൻ വനംവകുപ്പ് ഇതുവരെ തയ്യാറായിട്ടില്ല. സാങ്കേതിക കാരണങ്ങൾ നിരത്തി അധികൃതർ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒളിച്ചോടുകയാണെന്നാണ് നാട്ടുകാരുടെ പരാതി. ഇത് എരുമേലി ഗ്രാമപഞ്ചായത്തിൻ്റെ 7ാം വാർഡ് കാരശ്ശേരിയാണ്. ഇപ്പോൾ ഇവിടെ 2 ദിവസം മുമ്പ് നമ്മുടെ കലങ്ങോട്ടി ഷാജി എന്ന് പറയുന്ന ആളുടെ വീട്ടുമുറ്റത്ത് നിന്ന് നായെ പുലി വന്ന് പിടിക്കുകയും അതിൻ്റെ ഭാഗമായിട്ട് അന്ന് രാത്രി തന്നെ വനവകുപ്പിനെ വിളിച്ച് വിവരം അറിയിക്കുകയും അവർ ക്യാമറ വെച്ച് അതിൽ പുലിയുടെ സാന്നിധ്യം ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ഞാൻ നമ്മൾ ഔദ്യോഗികമായിട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ റേഞ്ച് ഓഫീസിൽ ലെറ്റർ കൊടുക്കുകയും ഈ മേഖലയിൽ നിന്നും പുലിയെ പിടിച്ചു മാറ്റണം എന്ന് വളരെ ശക്തമായിട്ട് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ അവരുടെ ഭാഗത്തുനിന്ന് നമുക്ക് അനുകൂലമായ ഒരു നിലപാടല്ല ഉണ്ടായിരിക്കുന്നത്. ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരു സമീപനമാണ് അവരുടെ ഭാഗത്തുനിന്നുണ്ടായിരിക്കുന്നത്. അവരതിന് പറയുന്ന ന്യായങ്ങളെന്ന് പറയുന്നത് പുലിയുടെ നിരന്തരം സാന്നിധ്യമുണ്ടോ, അതോ പുലി വന്നു പോകുന്നതാണോ, ഇത് കൂട് വെക്കുന്നതിന് വളരെയേറെ ചിലവുള്ള കാര്യമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവർ ഒരു അയഞ്ഞ സമീപനമാണ് സ്വീകരിക്കുന്നത്. ഇപ്പോൾ ഈ മേഖലയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ജനങ്ങൾ വളരെ ഭീതിയിലാണ് കഴിയുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ഈ പുലിയെ ഈ മേഖലയിൽ നിന്ന് പിടിച്ചു മാറ്റാനുള്ള നടപടി ഡിപ്പാർട്ട്മെൻറ്റ് സ്വീകരിക്കണമെന്നാണ് ഞങ്ങൾക്ക് ആവശ്യപ്പെടാനുള്ളത്. അല്ലാത്ത പക്ഷം പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഈ മേഖലയിൽ മുഴുവൻ പൊതുജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് റേഞ്ച് ഓഫീസ് ഉപരോധം ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് കടക്കും എന്ന് ഞങ്ങൾ അറിയിക്കുകയാണ് ചെയ്യുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ ഈ മേഖലയിൽ നിന്ന് പുലിയെ പിടിച്ചു മാറ്റണം, ജനങ്ങളുടെ ഭീതി അകറ്റണം എന്നുള്ളതാണ് ഈ നാട്ടിലെ ജനങ്ങളുടെ എല്ലാവരുടെയും ആവശ്യം. 200ഓളം കുടുംബങ്ങൾ താമസിക്കുന്ന ഈ മേഖലയിൽ നിലവിൽ ആളുകൾ വീടിന് പുറത്തിറങ്ങാൻ പോലും ഭയപ്പെടുകയാണ്. സന്ധ്യ കഴിഞ്ഞാൽ പുറത്തിറങ്ങാനോ കുട്ടികളെ പുറത്തുവിടാനോ കഴിയാത്ത സാഹചര്യമാണ്. പ്രദേശവാസികളുടെ ജീവന് ഭീഷണിയായ പുലിയെ അടിയന്തരമായി കൂട് സ്ഥാപിച്ച് പിടികൂടണമെന്നാണ് നാട്ടുകാരുടെ ശക്തമായ ആവശ്യം. 100 വർഷത്തിന് മുമ്പ് ഇവിടെ താമസം ഉറപ്പിച്ച ജനങ്ങൾക്ക് ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാർഷിക വിളകൾ മറ്റ് പ്രദേശങ്ങളിൽ കൊണ്ടുപോയി വിപണനം ചെയ്ത് ജീവിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ അന്നുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കൃഷി എന്ന് പറയുന്നത് അന്യം നിന്ന് പോയിരിക്കുന്ന ഒരു പ്രദേശമായി മാറിയിരിക്കുകയാണ് പാക്കാനം, കാരശ്ശേരി, ഇഞ്ചക്കുഴി എന്നീ പ്രദേശങ്ങൾ. അന്നൊക്കെ കാട്ടുമൃഗങ്ങളെ പ്രതിരോധിക്കുന്നതിനുള്ള മാർഗങ്ങൾ ഇവിടുത്തെ കർഷകർ സ്വയം നിർമ്മിച്ച് അല്ലെങ്കിൽ അവരുടെ സംഘടിത ശക്തി കൊണ്ട് നേടിയിരുന്നുവെങ്കിൽ ഇന്ന് ഉദ്യോഗസ്ഥ പ്രമാണികളും അതുപോലെ തന്നെ രാഷ്ട്രീയക്കാരും ഇവിടുത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്ക് വില കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഇപ്പോൾ കാട്ടുപോത്താണെങ്കിൽ ദിവസവും അതിൻ്റെ ശല്യം കൊണ്ട് ഞങ്ങൾക്ക് വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ വയ്യാത്ത അവസ്ഥയായി. കാട്ടാനയാണെങ്കിൽ ഈ പ്രദേശങ്ങളൊക്കെ ചുറ്റിക്കറങ്ങുന്നുണ്ട്. ആ കൂടെയാണ് ഇപ്പോൾ പുലിയും കൂടെ വന്ന് ചാടിയിരിക്കുന്നത്. അതുകൊണ്ട് എത്രയും വേഗം ഈ കാട്ടുമൃഗങ്ങളുടെ ശല്യം ഇവിടുത്തെ ജനങ്ങൾക്ക് ഉണ്ടാകാതിരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ഈ പ്രദേശവാസികളായ ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത്. വനംവകുപ്പ് അനാസ്ഥ തുടർന്നാൽ
ശക്തമായ സമരപരിപാടികളിലേക്ക് നീങ്ങാനാണ് പ്രദേശവാസികളുടെ തീരുമാനം.